വയനാട് കമ്പളക്കാട് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി നാട്ടുകാർ പറയുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ അജ്മലാണ് കടുവയെ കണ്ടത്. റോഡിൽ കടുവ നിൽക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ആ ചിത്രം അവിടെ കണ്ട ഒറിജിനൽ കടുവയുടെ തന്നെയാണോ എന്നറിയാം. ഇതാണ് ആ ചിത്രം. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, ഒരു നടു റോഡിൽ നിൽക്കുന്ന കടുവയാണ്. ഏയുടെ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് ഒറിജിനൽ കടുവയുടെ സംഭവം തന്നെയാണോ. എന്തായാലും അതുവഴി എങ്ങാനും ആരെങ്കിലും വണ്ടിയിൽ വന്നാൽ അവർ അപ്സെറ്റായി പോകുന്ന കാര്യത്തിൽ സംശയമില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്തെ, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, ഇത് കടുവയാണോ ഒറിജിനൽ കടുവയാണോ? കടുവയല്ല, അത് ഒറിജിനൽ കടുവ തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ഹാഷിഫ് ഒരു സംഘത്തെ തന്നെ അവിടേക്ക് അയച്ചിട്ടുണ്ട്. അവർ കൃത്യമായ പരിശോധന നടത്തി. കടുവ തന്നെയാണ്. ആ കടുവയുടെ ചിത്രം പുറത്തു വന്നത് കൃത്യമാണ് എന്നുള്ളത് സ്ഥിരീകരണമുണ്ട്. ഇത് വണ്ടിയാമ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ്. കമ്പളക്കാടിനടുത്താണ് ഈ പ്രദേശം. അവിടെയാണ് ഇങ്ങനെ ഈ കടുവയുടെ സാന്നിധ്യം ജനവാസ മേഖലയിലുള്ളത്. പഴയ റേഷൻ കടയ്ക്ക് സമീപത്ത് വെച്ചാണ് ഇപ്പോൾ ഈ കടുവയെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ചിത്രം കൃത്യമാണ്. ഒരുപക്ഷെ അത് ഒരു വനത്തിൽ നിന്ന് മറ്റൊരു വനത്തിലേക്കുള്ള പാസിംഗ് ആകാം എന്നുള്ളതാണ്. മറ്റ് പ്രശ്നങ്ങൾ ഇതുവരെ കടുവ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനടുത്ത് തന്നെയാണ് പനമരം പച്ചിലക്കാട് മേഖലയിൽ കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയ ഒരു സംഭവം ഉണ്ടായത്. അത് ഒരു കൊല്ലിയിൽ ഒളിച്ചിരുന്ന് അത് പിന്നീട് വനത്തിലേക്ക് കയറി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കടുവ തന്നെയാണോ ഈ കടുവ എന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. വനംവകുപ്പ് പരിശോധിച്ച് വരികയാണ്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്ര അടക്കമുള്ള കാര്യങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇന്നലെ രാത്രിയിലാണ് ഈ ഇത്തരത്തിൽ കടുവയെ കാണുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, ചീയമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് വനത്തിനോട് ചേർന്നുള്ള ഉന്നതിയിൽ ഒരു വീട്ടില് വന്യജീവിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വീടിന് സമീപം കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് പുൽപ്പള്ളി മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി കടുവയുടെ സാന്നിധ്യമുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഒപ്പം ചിറക്കരയിൽ കഴിഞ്ഞ ദിവസം കടുവയുടെ ദൃശ്യം പുറത്തു വന്നതാണ്. ഷഹലാസ് എന്ന് പറയുന്ന ഒരു യുവാവാണ് ആ ദൃശ്യം ചിറക്കരയിൽ, തലപ്പുഴ ചിറക്കരയിൽ പകർത്തിയത്. ഇത് പ്രജനന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വനം ധാരാളമുള്ള പ്രദേശമാണ് വയനാട്. വയനാടിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വനംവകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.